നിങ്ങൾ എന്നെ PC ജോർജിനായിട്ട് കൊത്താനാണോ? അപ്രസക്തന് പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കണത്? ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളം പാറാൻ പറ്റിയത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ. സ്നേഹമില്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോ? അത്ര ഇനി മറുപടി പറയാൻ എനിക്കുണ്ട്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണം പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകും. അതുകൊണ്ട് ആളെ വിട്ടേരി. അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾ തന്നെ തെറ്റാണ്. എനിക്കാ എന്നോടാ എല്ലാം ഉണ്ടല്ലേ? ഞാൻ എൻ്റെ ജാതിനെ കയറി തെണ്ടി എന്ന് വിളിച്ചില്ലേ? ഈ ജാതി എന്ന് പറഞ്ഞാൽ തെണ്ടികളാണെന്ന് അയാൾ വിളിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ വിളിച്ച് കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ കോളേജിൽ നേഴ്സിംഗ്മാരുടെ അഭിസംബോധന ചെയ്ത് സമരം ഉണ്ടാക്കിയില്ലേ? ഇതൊക്കെ എന്തിനാണ്? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. പുള്ളിക്ക് ഒരു പാട്ടിൽ നിന്നില്ല. മാണി സാറിന് എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? എന്താ മാണി സാറ് ഇദ്ദേഹത്തിന് ആളാക്കിയ ആ സ്വന്തം കേരള കോൺഗ്രസിലെ മാണി സാറിന് എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? അത് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെ എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളോടൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ അല്പം ചീത്ത ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. കാലം കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കിക്കൊള്ളും. BJPയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന് അപ്പോൾ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. അത് നിന്നാ അറിയാൻ വരുന്നില്ല. എന്നാ സ്വാധീനമാണ്? വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കും എന്നൊക്കെ വരെ പറഞ്ഞില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നതിന് വാസ്തവമല്ല. ഉടനെ അവരിവിടെ സ്ഥാനം കൊടുത്ത ആളിന് അത് ഒന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. അത് തെറ്റായിപ്പോയി. അതോടുകൂടി ഈ എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ല ഇപ്പോൾ BJP ചെന്ന് ലയിച്ചത്. ആർക്കും വേണ്ട, കോൺഗ്രസിനും വേണ്ട, കമ്മ്യൂണിസ്റ്റിനും വേണ്ട, BJPക്കും വേണ്ട. അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചുപോയി. അതെ, ശരിയാണ്. അപ്പോൾ അതിര് കടന്നു പോകുന്നുണ്ട്. കാരണം ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം തിരക്കില്ല. ഇവിടെ കോളേജിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അതിര് കടന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈയിടെ കണ്ടത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകൾ ആരായാലും അവർ നിയന്ത്രിച്ചില്ല എങ്കിൽ കേരള രാഷ്ട്രീയം എന്ന് മാത്രമല്ല, കലാലയങ്ങൾ കലാപ കേന്ദ്രങ്ങളായി മാറുകയും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ അവർക്കുണ്ടാകുന്നു. മാത്രമല്ല, ഇതിനകത്തെല്ലാം ഈ ചരസും മയക്കുമരുന്നും ഒക്കെ അടിമപ്പെട്ടവരൊക്കെ കാണുന്നുണ്ട്. നമ്മൾ സ്കൂളുകളിലെല്ലാം കോളേജിലെല്ലാം രക്ഷകർത്താക്കൾ കുട്ടികളെ അയക്കുന്നത് അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് നല്ല മക്കളായി, നല്ല ജോലിയുള്ളവരായി, മിടുക്കന്മാരായി ഒക്കെ കാണാൻ ആഗ്രഹിച്ചാണ് മക്കളെ, കുട്ടികളെ രക്ഷകർത്താക്കൾ കോളേജിലേക്ക് അയക്കുന്നെങ്കിൽ അതിന് വിപരീതമായ സംഭവങ്ങൾ എവിടെ നടന്നാലും, അത് ആർക്ക് നടന്നാലും അത് അങ്ങേറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ്. അല്ലാതെ ഞങ്ങളത് സമുദായം ചെന്നിട്ടില്ലല്ലോ. പ്രായത്തെ കിട്ടിയില്ലെന്നൊക്കെ എല്ലാവരുടെയും നോക്കിയിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഓരോരുത്തരും സമുദായം പറഞ്ഞപ്പോൾ വീതം വെച്ചിട്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വീതം വെച്ച് വേണമെന്നും പറഞ്ഞ് ചെന്നിട്ടില്ല. ഓരോരുത്തരും കണ്ടില്ല 2 വേണം, ഇനി അതല്ല 1 കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത അവധി കച്ചവടം നടത്തിയിട്ടുണ്ട്. എന്തോ അത് വരട്ടെ, ലിസ്റ്റ് വരട്ടെ. LDFിലാണ്. ഞാനേ നിങ്ങൾ പറഞ്ഞത് ഞാൻ കൂടുതൽ പഠിച്ചില്ല എന്നുള്ളതാണ് നേര്. LDFിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞാൽ ഈ പ്രാതിനിധ്യമൊക്കെ പോയല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വോട്ട് ബാങ്കുകളെ നോക്കിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ജനാധിപത്യം പോയി ഇവിടെ, മതാധിപത്യമാണ് ഇവിടെ. അതുകൊണ്ടല്ല ഓരോരുത്തരും
ഞങ്ങൾക്ക് 2 വേണം എന്ന് പറഞ്ഞപ്പോൾ 3 കൊടുക്കാം. മറ്റൊരാൾ പറയുന്നത് 5 കൊടുക്കാൻ 5 മേടിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് വരെ പറഞ്ഞ ആളുകൾ ഇവിടെയുണ്ട്.